പാകിസ്ഥാനും താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ഇപ്പോൾ അതിരൂക്ഷമായ ഒരു സായുധ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. 2026 ഫെബ്രുവരി അവസാനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറി. അതിൽ പ്രധാന സംഭവ വികാസങ്ങൾ: ഓപ്പറേഷൻ ഗസബ് ഹബ്. അഫ്ഗാൻ അതിർത്തിയിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ആരംഭിച്ച പ്രധാന സൈനിക നീക്കമാണിത്. പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ശക്തമായ ബോംബാക്രമണം നടത്തി. അടുത്തത് അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി. പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി അഫ്ഗാനിസ്ഥാൻ സേനാ ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പ്രത്യാക്രമണങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തി. ഇരു രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾ എന്തെല്ലാം നോക്കാം. പാകിസ്ഥാന്റെ വാദം എന്തെന്ന് വെച്ചാൽ, തങ്ങളുടെ ആക്രമണത്തിൽ 274 താലിബാൻ ഉദ്യോഗസ്ഥരെയും വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിലെ 22 സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഏറ്റുമുട്ടലുകളിൽ തങ്ങളുടെ 12 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും അവർ സ്ഥിരീകരിച്ചു. ഇനി അഫ്ഗാനിസ്ഥാന്റെ വാദങ്ങൾ. പാകിസ്ഥാന്റെ 15 മുതൽ 19 വരെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തങ്ങൾ പിടിച്ചെടുത്തതായി താലിബാൻ ഭരണകൂടം അവകാശപ്പെടുന്നു. തങ്ങളുടെ പ്രത്യാക്രമണത്തിൽ 40-55 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേരെ ജീവനോടെ പിടികൂടിയെന്നും അഫ്ഗാനിസ്ഥാൻ പറയുന്നു. യുദ്ധത്തിനുള്ള പ്രധാന കാരണം ഇവയെല്ലാമാണ്. തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ TTP എന്ന തീവ്രവാദ സംഘടനയ്ക്ക് അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നു എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറി ആക്രമണങ്ങൾ നടത്താൻ TTPയെ താലിബാൻ അനുവദിക്കുന്നുവെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നു. അടുത്തത് ഡ്യൂറൻ ലൈൻ തർക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി രേഖയായ ഡ്യൂറൻ ലൈനിനെ ചൊല്ലിയുള്ള ചരിത്രപരമായ തർക്കങ്ങളും നിരന്തരമായ വെടിവയ്പ്പുകളും ഈ യുദ്ധത്തിന് വലിയൊരു കാരണമാണ്. അടുത്തത് ക്ഷമ നശിച്ചുവെന്ന പ്രഖ്യാപനം. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പരസ്യമായി തന്നെ തങ്ങളുടെ ക്ഷമ നശിച്ചുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു തുറന്ന യുദ്ധമാണ് നടക്കുന്നതെന്നും പ്രഖ്യാപിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. ഈ യുദ്ധ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈന, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് ഇന്ത്യയും മറ്റ് അയൽ രാജ്യങ്ങളും സ്ഥിതിഗതികൾ രൂക്ഷമായി നിരീക്ഷിച്ചു വരികയാണ്.